പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിവിൽ പോലീസ് ഓഫീസർ, വിമൻ പോലീസ് കോൺസ്റ്റബിളിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ പോക്സോ നിയമം. അപ്പോൾ ഈ പോക്സോ ആക്റ്റിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളും അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിവിഷൻ ക്ലാസ്സാണ് ഈ ഒരു വീഡിയോയിലേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. പോക്സോയുടെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് നേരത്തെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു റിവിഷൻ ക്ലാസ്സായി കണ്ടുകൊണ്ട് മൊത്തമായി കാണാനായിട്ട് ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പോക്സോ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? പോക്സോ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണെന്നാണ് ഒന്നാമത്തെ ചോദ്യം. എന്താണ് പോക്സോയുടെ പൂർണ്ണരൂപം? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസസ് ആണ് കേട്ടോ. പോക്സോ ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസസ് ആക്ട് ആണ് പോക്സോ ആക്ടിൻ്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ പോക്സോ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസസ് ആക്ട് എന്നാണെന്ന് അറിഞ്ഞിരിക്കുക. പോക്സോ നിയമം നിലവിൽ വന്നത് എന്നാണ്? പോക്സോ നിയമം നിലവിൽ വന്നതെന്നാണ്? 2012 നവംബർ 14 പോക്സോ നിയമം നിലവിൽ വന്നതെന്നാണ്? 2012 നവംബർ 14 നവംബർ 14 എന്ത് ചെയ്യുന്നത്? പോക്സോ ആക്ട് നിലവിൽ വരുന്നത് 2012 നവംബർ 14 അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പോക്സോ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? പോക്സോ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആരാണ്? വനിതാ ശിശു വികസന മന്ത്രാലയമാണ് എന്ത് ചെയ്യുന്നത്? പോക്സോ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പോക്സോ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? വനിതാ ശിശു വികസന മന്ത്രാലയമാണ്. പോക്സോ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? വനിതാ ശിശു വികസന മന്ത്രാലയമാണെന്ന് അറിഞ്ഞിരിക്കുക. പോക്സോ നിയമപ്രകാരം കുറ്റവിചാരണ 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്? പരാതി കൊടുത്ത് 1 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം? നിയമപ്രകാരം കുറ്റവിചാരണ 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണം. രഹസ്യ സ്വഭാവമുള്ള കുറ്റവിചാരണയായിരിക്കും നടത്തുക. ഓക്കെ, അപ്പോൾ ഇത് പബ്ലിക്കായിട്ട് എങ്ങനെ അല്ലെങ്കിൽ ആൾക്കാരെ അറിയിച്ചുകൊണ്ട് നടത്താൻ പറ്റുന്നതല്ല. പോക്സോ നിയമപ്രകാരം കുറ്റവിചാരണ 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രഹസ്യ സ്വഭാവമുള്ള കുറ്റവിചാരണ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? പോക്സോയിൽ നടത്തേണ്ടതെന്നും പറയുന്നുണ്ട്. കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചാലോ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചാലോ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ്? ജീവപര്യന്തമായിരിക്കും. എന്താണ്? കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചാലോ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചാലോ ലഭിക്കുന്ന പരമാവധി ശിക്ഷ എന്താണ്? പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തമാണെന്ന് അറിഞ്ഞിരിക്കുക. ഈ കുറ്റകൃത്യത്തിന് മിനിമം ലഭിക്കാവുന്ന ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷം തടവാണ്. എന്നാൽ കുട്ടി 16 വയസ്സിൽ താഴെയുള്ളതാണെങ്കിൽ 20 വർഷം വരെ തടവാണ് ലഭിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു കുറ്റത്തിന് പരമാവധി ലഭിക്കുന്ന ശിക്ഷ എന്താണ്? ജീവപര്യന്തമാണെന്ന് അറിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ ഈ കുറ്റത്തിന് ലഭിക്കുന്ന മിനിമം ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷവും 16 വയസ്സിൽ താഴെയാണെങ്കിൽ കുട്ടി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് 20 വർഷത്തെ തടവ് ശിക്ഷയുമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ പോക്സോ നിയമത്തിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചാലോ അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ സ്പർശിച്ചാലോ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ്? ജീവപര്യന്തമായിരിക്കും. അല്ലെങ്കിൽ അത് ലഭിക്കാവുന്ന മിനിമം ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷമായിരിക്കും. എന്നാൽ കുട്ടി 16 വയസ്സിന് താഴെയാണെങ്കിൽ അത് 20 വർഷം വരെ നീളാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ 30 ദിവസത്തിനുള്ളിൽ മൊഴി രേഖപ്പെടുത്തണം. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ എന്ത് ചെയ്യണം? 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? മൊഴി രേഖപ്പെടുത്തിയിരിക്കണം. SI റാങ്കിൽ കുറയാത്ത വനിതാ യൂണിഫോം അല്ലെങ്കിൽ വനിതാ പോലീസാണ് വരേണ്ടത്. പക്ഷേ എങ്ങനെയായിരിക്കണം വനിതാ പോലീസ് വരേണ്ടത്? മൊഴി രേഖപ്പെടുത്താനായിട്ട് യൂണിഫോമിലല്ലാതെ ആയിരിക്കണം മൊഴി രേഖപ്പെടുത്തേണ്ടതെന്നും പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ പോക്സോ ആക്ട് റിപ്പോർട്ട് ചെയ്താൽ 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? മൊഴി രേഖപ്പെടുത്തണം. പോരാത്തതിന് SI ഒരു വനിതാ SI ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. വനിതാ SI യൂണിഫോമിൽ ഉണ്ടാവാനായിട്ട് പാടില്ല, യൂണിഫോം ഇടാനായിട്ട് പാടില്ല എന്നും ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് അശ്ലീല ചിത്രങ്ങൾ കൈവശം വച്ചാൽ അല്ലെങ്കിൽ ചൈൽഡ് പോണോഗ്രാഫി ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? 3 വർഷം വരെ തടവാണ്. ഓക്കെ അല്ലേ? അപ്പോൾ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് ചൈൽഡ് പോണോഗ്രാഫി അല്ലെങ്കിൽ അശ്ലീല ചിത്രങ്ങൾ കയ്യിൽ വെച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? 3 വർഷം വരെ തടവാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, പോക്സോ ബില്ല് ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്? പോക്സോയുടെ ബില്ല് ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2012 ജൂൺ 19 അറിഞ്ഞിരിക്കുക. അപ്പോൾ 2012 നവംബർ 14 ഇത് നിലവിൽ വരുന്നു. പോക്സോ ബില്ല് ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ചെന്നാണ് 2012 ജൂൺ 19 2012 ജൂൺ 19. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ക്ലാസ്സുകൾ എത്തിക്കാനായിട്ട് മറക്കരുത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പോക്സോ കേസുകളിൽ ഇരയാകുന്ന കുട്ടികളുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നത് ഏതുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഏതുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്? സെക്ഷൻ 23
മൂന്നിലാണ് പറയുന്നത് പോക്സോ കേസുകളിൽ ഇരയാകുന്ന കുട്ടികളുടെ വ്യക്തിത്വം വെളിപ്പെടുത്താനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ പോക്സോ കേസുകളിൽ ഇരയാകുന്ന കുട്ടികളുടെ വ്യക്തിത്വം എന്ത് ചെയ്യാനായിട്ട് പാടില്ല, വെളിപ്പെടുത്താനായിട്ട് പാടില്ല എന്ന് പറയുന്നത് സെക്ഷൻ 23 അനുസരിച്ചാണ്. പോക്സോ കേസുകളിൽ ഇരയാകുന്ന കുട്ടികളുടെ വ്യക്തിത്വം വെളിപ്പെടുത്തരുതെന്ന് പറയുന്നത് എന്തിനാണ്, സെക്ഷൻ 23 അറിഞ്ഞിരിക്കുക. പോക്സോ നിയമ ഭേദഗതി നിലവിൽ വന്നത് എന്നാണ്, 2019 ഓഗസ്റ്റ് 5 അല്ലേ. അപ്പോൾ പോക്സോ നിയമ ഭേദഗതി നിലവിൽ വരുന്ന എന്നാണ്, 2019 ഓഗസ്റ്റ് 5 പോക്സോ നിയമ ഭേദഗതി നിലവിൽ വരുന്നത്. സംരക്ഷണ ചുമതലയുള്ള ആളുകൾ ലൈംഗികമായി അതിക്രമിച്ചാലോ മാനസിക വൈകല്യമുള്ള കുട്ടികളെ ലൈംഗികമായി അതിക്രമിച്ചാലോ ലഭിക്കുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്, മിനിമം 20 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് കേട്ടോ. അപ്പോൾ എന്താണ് ചോദ്യം എന്താണ്, സംരക്ഷണ ചുമതലയുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ എന്താണ്, പാരൻസും ടീച്ചേഴ്സും അങ്ങനെയുള്ള സൊസൈറ്റിയിലെ മികച്ച ആൾക്കാർ അല്ലെങ്കിൽ ഉയർന്ന തലത്തിലുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥനുമൊക്കെ എന്ത് ചെയ്യാണ്, കുട്ടികളെ പീഡിപ്പിക്കുകയോ ലൈംഗികമായി അതിക്രമിക്കുകയോ മാനസികമായി വൈകല്യമുള്ള കുട്ടികളെ ലൈംഗികമായി അതിക്രമിക്കുകയോ ചെയ്താൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണെന്ന് പറഞ്ഞു, 20 വർഷം വരെയുള്ള തടവിലാണ് കേട്ടോ. 20 വർഷം വരെയുള്ള തടവാണ് ലഭിക്കുക. ഓക്കെ അല്ലേ, അതിലും വേറെ സംശയമില്ലല്ലോ. അത് മിനിമം ആണ് കേട്ടോ 20 വർഷം, അത് മാക്സിമം ജീവപര്യന്തം വരെ പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പോക്സോ നിയമത്തിൽ കുറ്റകൃത്യങ്ങളെയും അവയുടെ ശിക്ഷകളെയും കുറിച്ച് പ്രതിപാദിക്കുന്നത് ചാപ്റ്റർ 2 എന്താണ്, പോക്സോ നിയമത്തിലെ കുറ്റകൃത്യങ്ങളെയും അവയുടെ ശിക്ഷകളെയും കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്തിലാണ്, ചാപ്റ്റർ 2 പോക്സോ നിയമത്തിലെ കുറ്റകൃത്യങ്ങളെയും അവയുടെ ശിക്ഷകളെയും കുറിച്ച് പ്രതിപാദിക്കുന്നത് ചാപ്റ്റർ 2 ചാപ്റ്റർ 2 സെക്ഷൻ 3 മുതൽ 11 വരെയാണ് കുറ്റകൃത്യങ്ങളും അവയുടെ ശിക്ഷയും കുറിച്ച് പരാമർശിക്കുന്നത്. ഓക്കെ അല്ലേ, അപ്പോൾ നമ്മുടെ പോക്സോ നിയമത്തിലെ കുറ്റകൃത്യങ്ങളെയും അവരുടെ ശിക്ഷകളെയും കുറിച്ച് പറയുന്നത് ചാപ്റ്റർ 2 ഈ ചാപ്റ്റർ 2 സെക്ഷൻ 3 മുതൽ 11 വരെയാണ് കുറ്റകൃത്യങ്ങളും അവയുടെ ശിക്ഷയും കുറിച്ച് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, പോക്സോയുമായി ബന്ധപ്പെട്ട കേസുകൾ വാദിക്കുന്നത് പോക്സോ സ്പെഷ്യൽ കോടതികളിലാണ്. പോക്സോയുമായി ബന്ധപ്പെട്ട കേസുകൾ വാദിക്കുന്ന എവിടെയാണ്, പോക്സോ സ്പെഷ്യൽ കോർട്ടുകളിലാണ് പോക്സോയുമായി ബന്ധപ്പെട്ട കേസുകൾ വാദിക്കുന്നത്. പോക്സോയുമായി ബന്ധപ്പെട്ട കേസുകൾ വാദിക്കുന്ന എവിടെയാണ്, പോക്സോ സ്പെഷ്യൽ കോർട്ടുകളിലാണെന്ന് അറിഞ്ഞിരിക്കുക. പോക്സോ നിയമപ്രകാരം പ്രതിയാണെന്ന മുൻധാരണയോടുകൂടിയാണ് പ്രതി എന്ന് പറയപ്പെടുന്ന ആൾ വിചാരണ നേരിടേണ്ടത്. എങ്ങനെയാണ്, നമ്മൾ സാധാരണ കുറ്റങ്ങളിലൊന്നും പെട്ടെന്ന് പ്രതിയാവത്തില്ല അല്ലേ, പക്ഷേ പോക്സോ കേസുകളാണെങ്കിൽ എങ്ങനെയാണ്, പോക്സോ നിയമപ്രകാരം പ്രതിയാണെന്ന മുൻധാരണയോടുകൂടിയാണ് പ്രതി എന്ന് പറയപ്പെടുന്ന ആൾ വിചാരണ നേരിടേണ്ടത്. അപ്പോൾ വിചാരണ നേരിടുമ്പം തന്നെ പുള്ളിക്കാരൻ എന്താണ്, പ്രതിയാണെന്നുള്ള മുൻധാരണയോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, പോക്സോ നിയമപ്രകാരം ഒരു വ്യക്തിയെ വിചാരണ നടത്തുന്നത്. ഓക്കെ ആണല്ലോ. പോക്സോ നിയമപ്രകാരം പ്രതിയാണെന്ന മുൻധാരണയോടുകൂടിയാണ് പ്രതി എന്നറിയപ്പെടുന്ന ആൾ വിചാരണ നേരിടേണ്ടതെന്ന് പറയുന്നു. അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. പോക്സോ നിയമപ്രകാരം മൊഴി രേഖപ്പെടുത്തിയാൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്ക് കേസുകൾ ഫോർവേഡ് ചെയ്യപ്പെടുന്നു. എങ്ങനെയാണ്, പോക്സോ നിയമപ്രകാരം മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്ക് എന്ത് ചെയ്യുന്നു, ഇത് ഫോർവേഡ് ചെയ്യപ്പെടുന്നു. പോക്സോ നിയമപ്രകാരം മൊഴി രേഖപ്പെടുത്തിയാൽ അതെന്ത് ചെയ്യുന്നു, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്ക് അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യപ്പെടുന്നു. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, പോക്സോ നിയമം വൈദ്യപരിശോധനയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. പോക്സോ ആക്ട് പ്രകാരം കുറ്റകൃത്യത്തിന് ഇരയായ കുട്ടിയെ 1993 ഭേദഗതി പ്രകാരമുള്ള ക്രിമിനൽ നടപടി നിയമസംഹിതയിലെ 164A വകുപ്പ് അനുസരിച്ച് വൈദ്യപരിശോധന നടത്തേണ്ടതാണ്. എന്താണ്, പോക്സോ ആക്ട് പ്രകാരം കുറ്റകൃത്യത്തിനിടയ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിന് ഇരയായിട്ടുള്ള കുട്ടിയെ 1993 ഭേദഗതി പ്രകാരമുള്ള ക്രിമിനൽ നമ്മുടെ CRPCയിലെ സെക്ഷൻ 164A പ്രകാരം എന്ത് ചെയ്യേണ്ടതാണ്, വൈദ്യപരിശോധന നടത്തേണ്ടതാണെന്ന് പറയുന്നുണ്ട്. ഒരു പോക്സോ നിയമപ്രകാരം പോക്സോ ആക്ട് പ്രകാരം ഒരു കുട്ടി എന്ത് ചെയ്യാണ്, ഇരയാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇങ്ങനെയുള്ള ചൂഷണത്തിന് ഇരയാവുകയാണെങ്കിൽ നമ്മുടെ ക്രിമിനൽ നടപടി സംഹിതയിലെ 164A വകുപ്പ് അനുസരിച്ച് എന്ത് ചെയ്യണം, വൈദ്യപരിശോധന നടത്തണമെന്ന് പറയുന്നുണ്ട്. അടുത്ത് പറയുന്നത് എന്താണ്, പീഡനത്തിന് ഇരയായത് പെൺകുട്ടിയാണെങ്കിൽ വൈദ്യപരിശോധന നടത്തേണ്ടത് ഒരു വനിതാ ഡോക്ടർ ആയിരിക്കണമെന്നും പറയുന്നുണ്ട്. പീഡനത്തിനിരയായത് പെൺകുട്ടിയാണെങ്കിൽ വൈദ്യപരിശോധന നടത്തേണ്ടത് ഒരു വനിതാ ഡോക്ടർ ആയിരിക്കണം. സംശയമില്ലല്ലോ. കുട്ടിയുടെ രക്ഷകർത്താവ്, ഉറ്റമിത്രം എന്നിവരുടെ അഭാവത്തിൽ മെഡിക്കൽ സ്ഥാപനത്തിലെ അധികാരി നിയോഗിക്കുന്ന വനിതയുടെ സാന്നിധ്യത്തിലായിരിക്കണം വൈദ്യപരിശോധന നടത്തേണ്ടത്. എന്താണ് പറയുന്നത്, വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ രക്ഷകർത്താവ് അല്ലെങ്കിൽ ഉറ്റമിത്രം എന്നിവയുടെ അഭാവത്തിൽ മെഡിക്കൽ സ്ഥാപനത്തിന് അധികാരി നിയോഗിക്കുന്ന വനിതയുടെ സാന്നിധ്യത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, വൈദ്യപരിശോധന നടത്തേണ്ടത്. അപ്പോൾ ചുമ്മാ ഒന്നും വൈദ്യപരിശോധന നടത്താനായിട്ട് പറ്റത്തില്ല. കുട്ടിയുടെ രക്ഷകർത്താവ്, ഉറ്റമിത്രം എന്നിവയുടെ അഭാവത്തിൽ മെഡിക്കൽ സ്ഥാപനത്തിൽ അധികാരി നിയോഗിക്കുന്ന ഒരു വനിതയുടെ സാന്നിധ്യത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, വൈദ്യപരിശോധന നടത്തേണ്ടത്. ഓക്കെ അല്ലേ.
അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് തന്നെ വിശ്വസിക്കുന്നു. പോക്സോ നിയമത്തിലെ 2012 കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പോക്സോ നിയമം 2012 കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആർക്കൊക്കെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന തരത്തിൽ ഏതെങ്കിലും മാധ്യമങ്ങളോ വസ്തുക്കളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ജുവനൈൽ പോലീസ് യൂണിറ്റിലേക്കോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിനോ വിവരം നൽകണം. മാധ്യമങ്ങൾ, ഹോട്ടൽ, ആശുപത്രി, സ്റ്റുഡിയോ, ക്ലബ്ബ് തുടങ്ങിയവയിലെ ജീവനക്കാർ ഇക്കാര്യം പാലിക്കേണ്ടതാണെന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള ഏതെങ്കിലും മാധ്യമങ്ങളോ വസ്തുക്കളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ജുവനൈൽ പോലീസ് യൂണിറ്റിലേക്കോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിനോ വിവരം നൽകണം. മാധ്യമങ്ങൾ, ഹോട്ടൽ, ആശുപത്രി, സ്റ്റുഡിയോ, ക്ലബ്ബ് തുടങ്ങിയവയിലെ ജീവനക്കാരെന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ പാലിക്കേണ്ടതാണെന്ന് പറയുന്നുണ്ട്. കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നയാൾക്ക് 6 മാസം വരെ ആകുന്ന കഠിന തടവോ അല്ലെങ്കിൽ സാധാരണ തടവോ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാവുന്നതാണ്. എങ്ങനെയാണ്? കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ ആ വ്യക്തിക്ക് 6 മാസം വരെയുള്ള കഠിന തടവോ അല്ലെങ്കിൽ സാധാരണ തടവോ കൂടിയ അല്ലെങ്കിൽ പിഴയോ രണ്ടും കൂടിയോ എന്ത് ചെയ്യാൻ ലഭിക്കുന്നതാണ്, ശിക്ഷയായിട്ട് ലഭിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഒരാൾ നേരെ റിപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ 6 മാസം വരെ തടവോ അല്ലെങ്കിൽ സാധാരണ ശിക്ഷയോ പിഴയോ തടവോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ചോ എന്ത് ചെയ്യുന്നതാണ് ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. മറ്റൊരാളിനെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വ്യാജ പരാതിയോ വ്യാജ വിവരമോ നൽകുകയാണെങ്കിൽ അയാൾ 6 മാസം വരെ തടവിനോ പിഴയ്ക്കോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? മറ്റൊരാളിനെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി വ്യാജ പരാതിയോ വ്യാജ വിവരമോ നൽകുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? 6 മാസം വരെയുള്ള തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചോ ലഭിക്കാവുന്നതാണ്. എന്നാൽ ഈ ഒരു വിവരം കൊടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് പിഴയും കാര്യങ്ങളൊന്നും ലഭിക്കുന്നതല്ല. പോക്സോ ആക്ട് സെക്ഷൻ 22 പ്രകാരം വ്യാജ വിവരം നൽകുന്നത് ഒരു കുട്ടിയാണെങ്കിൽ സെക്ഷൻ 22 പ്രകാരമാണ്. സെക്ഷൻ 22 പ്രകാരം വ്യാജ വിവരം നൽകുന്നത് ഒരു കുട്ടിയാണെങ്കിൽ കുട്ടിക്കെതിരെ ശിക്ഷാവിധികൾ യാതൊന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ പോക്സോ ആക്ടിലെ സെക്ഷൻ 22 പ്രകാരം വ്യാജ വിവരങ്ങൾ നൽകുന്നത് ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്കെതിരെ എന്തുണ്ടാകത്തില്ല? പോക്സോ നിയമത്തിലെ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ ഉണ്ടാകത്തില്ല എന്നും പറയുന്നുണ്ട്. പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ യാതൊരു മാധ്യമങ്ങളിലെയും കുട്ടിയെ തിരിച്ചറിയുന്ന തരത്തിലുള്ള വിശദ വിവരങ്ങൾ, ഫോട്ടോസ്, പേര് എന്നിവ ഉൾപ്പെടുത്താൻ പാടില്ല എന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ്? പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു മാധ്യമത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? കുട്ടിയെ തിരിച്ചറിയുന്ന തരത്തിലുള്ള വിശദ വിവരങ്ങൾ, ഫോട്ടോ, പേര് എന്നിവ ഉൾപ്പെടുത്താനായിട്ട് പാടില്ല. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം അല്ലെങ്കിൽ നെക്സ്റ്റ് പാർട്ട് അല്ലെങ്കിൽ റിവിഷൻ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ റെഡി ആയിക്കൊണ്ട് വരികയാണ്. അതുപോലെ ഫയർമാൻ്റെ എക്സാമിൻ്റെ നമുക്കറിയാം 13-ാം തീയതി ഫയർമാൻ്റെ എക്സാമാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്കൊരു തീർച്ചയായിട്ടും ഒരു റിവിഷൻ ക്ലാസ് ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.